പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാർഗഴിയുടെ തിരിച്ചുവരവിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന മാർഗഴി ആരും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് പ്ലാനിങ്ങുമായി മുന്നിലേക്ക് ഭാസ്കരനും അനാർക്കലിയും പോവുകയാണ്. ഇതിനിടയിലാണ് അജാസ് കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി എത്തുന്നത്. ഗോവിന്ദ് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. സത്യങ്ങൾ ഒരു ദിവസം ഗോവിന്ദ് അറിയുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഗോവിന്ദ് എന്ത് തീരുമാനിക്കും എന്ന് എനിക്കറിയില്ല. വിചാരിച്ചതുപോലെ ഗോവിന്ദിന് ആരോടും പരിഭവം കാണിക്കാൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അജാസെ, നീ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഗീതുവിൻ്റെ കാര്യം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് അതിനൊരു പോംവഴി ഉടൻ തന്നെ കണ്ടെത്താം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അജാസും കൂട്ടരും. ഇതിനിടയിൽ ഗീതുവിനെ കളിയാക്കിയതിനെ തുടർന്ന് ഗോവിന്ദിനെ ഇടിച്ചു പരത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.